ഗൈസ് രാവിലെ ഇപ്പോൾ 7:45 ഞാൻ എണീറ്റു. ഞാൻ ഇങ്ങനെ പുറത്ത് വന്നാണ്. ഇവിടെ നല്ല വെയിലുണ്ട്, പക്ഷെ തണുപ്പുണ്ട്. സൂര്യൻ എങ്ങനെ ഉണ്ടെങ്കിലും നല്ല തണുപ്പാണ്. ആ കുട്ടിയാണ് ഇവിടെ നിൽക്കുന്ന കുട്ടി കേട്ടോ. ഗൈസ് നമ്മൾ ഈ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം സമയം 9:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് എവിടേക്കാണ് പോകാമെന്നുള്ളൊരു ഐഡിയ ഇല്ല. ഇന്നലെ നടന്നതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. മൗസാമി കേവ്സിൽ പോകണമെന്നുണ്ട്. നടക്കാൻ അധികം ഉണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും പോവില്ല. നോക്കാം. ആദ്യം ഫുഡ് കഴിക്കാം. നമ്മളങ്ങനെ തിരിച്ചു പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പെട്രോൾ അടിക്കണം. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാം. 400 മീറ്ററാണ് ആ റെസ്റ്റോറൻറ്റിലേക്ക് കാണിക്കുന്നത്. പോയി നോക്കാം. നമ്മൾ നോക്കിയ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. നല്ല തിരക്കുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അവൻ സ്റ്റെപ്പൊന്നും കയറാൻ വയ്യാന്നാണ് പറയുന്നത്. ഇവിടെ ഇതാ മെനു ഉണ്ട്. നമ്മുടെ നാടൻ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ട്. അതിനോട് ഓർഡർ കൊടുക്കുകയാണ്. നല്ല സെറ്റപ്പാണ് ഇവിടെ. 15 മിനിറ്റ്സ് എടുക്കുന്നതാണ് പറഞ്ഞത്. താഴെയാണ് ഡൈനിങ് ഏരിയ. പിന്നെ നടക്കാൻ വയ്യ. ഇന്നലെ ഞാൻ വിചാരിച്ചു എനിക്കാണ് ആരോഗ്യമില്ലാത്തതെന്ന്. പക്ഷേ ഇന്ന് ഞാൻ ആരോഗ്യവതിയാണ്. അടിപൊളി റെസ്റ്റോറൻ്റാണ്. നല്ല വ്യൂ പുറത്ത്. ഇവിടെ കുറേ പട്ടാളക്കാരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നല്ല റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ വന്നപ്പോൾ പൂരി ഭാജി മാറ്റി നമ്മൾ ചോള ഭട്ടൂര ആക്കി. ഇത് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് എനിക്കിത് കഴിക്കാൻ തോന്നി. ഇനി ദോശ കൂടി വരും. ഇത് നമുക്ക് കഴിച്ചു നോക്കാം. പനീർ കറിയുടെ ടേസ്റ്റാണ്. നല്ലതാണ്. നമ്മളെ ദോശ വന്നിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്യാം. ഭയങ്കര ക്രിസ്പിയാണ്. നമുക്ക് കഴിച്ചു നോക്കാം. നമ്മുടെ നാട്ടിൽ ചമ്മന്തി, ബീറ്റ്റൂട്ട് ചട്നി, എന്തൊക്കെയോ സാധനങ്ങൾ. വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. ആ മസാലയ്ക്ക് മാത്രം നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അല്ല. ബാക്കിയൊക്കെ ഏകദേശം നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. ദോശയൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ ബാഗ് ഉണ്ടായിരുന്നു. റൂം വെക്കേറ്റ് ചെയ്തുകൊണ്ട് ബാഗ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ വെച്ചു. നല്ല ആൾക്കാരാണ്. അവരോട് വെച്ചോളാൻ പറഞ്ഞു. നമ്മൾക്ക് മൗസാമി കേവ്സിൽ പോയിട്ട് വരാം. ഗൈസ് നമ്മൾ മൗസ്മായി കേവിലോട്ടുള്ള വഴിയിലെത്തിയിട്ടുണ്ട്. അതൊരു ചെറിയ ഗ്രാമമാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെറിയ ചെറിയ വീടുകൾ എല്ലാം ഒരേപോലെ. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ്. ഇവിടെ കണ്ടോ സ്ഥലം. ഇതുവഴിയാണ് പോകേണ്ടത്. 2 മിനിറ്റ് ദൂരമാണ് കാണിക്കുന്നത്. ഈ സ്റ്റെപ്പാണോ നമ്മൾ നടക്കേണ്ടത്? എനിക്ക് അറിഞ്ഞൂടാ. 15 മിനിറ്റ് നടക്കാണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്. നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തു. ടോയ്ലറ്റ്, പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. ഈ മേഘാലയയിൽ മൊത്തം യൂസ് ആൻഡ് പേ ടോയ്ലറ്റ്സ് ആണ്. ഞാൻ പല സ്ഥലത്തും കണ്ടായിരുന്നു.
നമുക്ക് അകത്തോട്ട് പോവാം. ഇതാണ് മൗസ്മായി കേവിൻ്റെ എൻട്രി. നമുക്ക് പോയി നോക്കാം. ₹30 എൻട്രൻസ് ഫീസ്. പാർക്കിങ്ങിന് അവിടെ നമ്മൾ 2 വീലറിന് ₹10 കൊടുത്തായിരുന്നു. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, വിസിറ്റേഴ്സ് ഹു ആർ ഹാവിങ് ഹെൽത്ത് പ്രോബ്ലം മസ്റ്റ് നോട്ട് എൻ്റർ ഇൻസൈഡ് ദ കേവ്. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും വരാതിരിക്കുക. നല്ല കാനനപാതയാണ്, ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് നോക്കി നോക്കാം. ഞാൻ അങ്ങനെ ഇതുവരെ വലിയ കേവ്സൊന്നും കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഗോകർണെ പോയ സമയത്ത് യാന കേവ്സിലാണ് ഞാൻ പോയത്. അതങ്ങനെ വലിയ കേവൊന്നും ഇല്ലായിരുന്നു. ഇന്നലത്തെ നടന്ന നടത്തത്തെ ഞാൻ വിസ്മരിക്കുകയാണ്. ഇവിടെ അത്ര ഇല്ല. ഫസ്റ്റ് ഒരു കേവ് കാണുന്നുണ്ട്, കയറി നോക്കാം. ഇത്തിരി കഷ്ടപ്പെട്ട കേവാണെന്ന് തോന്നുന്നു. എളുപ്പത്തിൽ കയറാൻ പറ്റുന്നൊരു കേവല്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ആൾക്കാർ പോകണം ഞാൻ കണ്ടു. നമ്മളങ്ങനെ ഒരു കേവ് ഇറങ്ങി. ഇനി എങ്ങോട്ടാണ് എക്സിറ്റ് നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെ 2-3 കേവ് ഉണ്ട്, പക്ഷെ ഒന്നും കയറാനുള്ള ആരോഗ്യം നമുക്കില്ല. സോ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഒന്ന് താഴോട്ട് പോയാൽ എക്സിറ്റ് ആണെന്ന്. താഴോട്ട് പോവാം. ഗൈസ്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ വലിയ കേവ് കൂടി കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇവന് തീരെ ആരോഗ്യമില്ല. ഞാൻ ബാക്കിൽ നിന്ന് ഒരു വീഡിയോ എടുത്തരാ എങ്ങനെയാണ് തീരെ ആരോഗ്യമുള്ള ആൾ നടക്കുന്നത്. പക്ഷെ എനിക്ക് ആരോഗ്യമില്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്പോർട്സ് മാൻ സ്പിരിറ്റ് ആണ് എനിക്ക്. ഞാൻ വീണ്ടും വീണ്ടും കയറാൻ നോക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവൻ അങ്ങനെയല്ല, ക്ഷീണിച്ചു നടക്കുന്നൊക്കെ. അതുകൊണ്ട് നമ്മൾ ഇന്നലത്തെ ക്ഷീണമാണ് സത്യം പറഞ്ഞാൽ. ഞങ്ങളുടെ കാലിന് തീരെ വയ്യ, അതുകൊണ്ട് നമ്മൾ പോകുന്നു. ഗൈസ്, ഞങ്ങൾ ഇവിടെ നിന്ന് കാസി അറ്റയറിൽ ഫോട്ടോ എടുത്തു. നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഫോട്ടോസ് കുറേ എണ്ണം എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതിന് വാളും പരിചയമൊക്കെ കിട്ടിയിരുന്നു. അതെ, കാണിച്ചു തരാം കേട്ടോ. ഇതുപോലത്തെ കാസി അറ്റയറിലാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. ആയിരിക്കുന്ന കൊട്ടപ്പൂവൊക്കെ ഞാൻ കൈ പിടിച്ചായിരുന്നു. ഇനി നമ്മൾ തിരിച്ചു പോവാണ് മൗസാമി കേവ്സിൽ നിന്ന്. ചിരിക്കൂ. ഇവിടെ മൗസാമി കേവ്സിന്റെ പുറത്തുള്ള ഒരു ഷോപ്പിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. ഇവനെന്തോ ഫ്രിഡ് മാഗ്നറ്റ് ആണ് നോക്കുന്നത്. നല്ല റേറ്റ് ആണ് അവർ പറയുന്നത്. ഗൈസ്, നമ്മൾ ഇന്നലെ ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത ക്ഷീണം ഇന്ന് കഴിച്ച് തീർക്കുകയാണ്. ഇന്നലെ മനഃപൂർവ്വം കഴിക്കാതിരുന്നതല്ല, നമ്മൾ ട്രക്ക് ചെയ്തിട്ടും വൈകിക്കൊണ്ടും കഴിക്കാൻ പറ്റാഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജീവ റിസോർട്ടിൽ വന്നിരിക്കുകയാണ്. ഗൂഗിളിൽ നോക്കിയപ്പോൾ നല്ല റേറ്റിംഗ് ഉള്ള റെസ്റ്റോറൻ്റാണ് കാണിച്ചത്. അടിപൊളി സ്ഥലമാണ്. ഇതാണ് റിസോർട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലതാണ്. എനിക്ക് തോന്നുന്നു കോൺഫറൻസൊക്കെ നടക്കുന്ന സ്ഥലമാണിത്. സോഹ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റിസോർട്ട്. നമ്മൾ സ്റ്റേ ചെയ്തിരുന്നതും സോഹ്റയ്ക്ക് അടുത്ത് തന്നെയാണ്. നമുക്ക് ഗൈസ്, നല്ല റെസ്റ്റോറൻ്റാണ്. ഇപ്പം മെനു നോക്കുകയാണ്. നമുക്ക് വലിയ വിശപ്പൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും സാധനം ഓർഡർ ചെയ്യാൻ പോവാണ്. ഗൈസ്, നമ്മുടെ ബനാന ഗ്രിൽ വന്നിട്ടുണ്ട്. അല്ലേ, ബനാന ലീഫ് ഗ്രിൽഡ് ചിക്കൻ. ചിക്കനൊന്നും കാണാനില്ല, ബീഫ് മാത്രമേ ഉള്ളൂ. നമ്മുടെ വെജ് ഫ്രൈഡ് റൈസും വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അവൻ കഴിച്ചിട്ട് അഭിപ്രായം പറയും എങ്ങനെയുണ്ട്.
കബാബ് പോലെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കഴിക്കാം. ആ ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ട്? കണ്ടിട്ട് വലിയ ഭംഗിയൊന്നുമില്ല, നോർമൽ നല്ലതാന്ന് പറയുന്നു. ഓക്കെ, കഴിച്ചോക്കാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. നല്ല ഫുഡാണ്. ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. കോളിഫ്ലവർ പോലെ ഒരു ഫ്ലവർ. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. വെൽ മെയിൻറ്റൈൻഡ് ആണ് ഇവിടെ. വാഷ്റൂമൊക്കെ സൂപ്പറായിരുന്നു. നമുക്ക് തിരിച്ചു പോവാം. നമ്മളെ ബാഗ് വേറെ റെസ്റ്റോറൻറ്റിലാണ് വെച്ചിരിക്കുന്നത്. അതെടുത്തിട്ട് നമ്മൾ നേരെ ഷിലോങ്ങിലേക്ക് വിടാണ്. അങ്ങനെ ഇവിടെ നമ്മൾ ടാറ്റ ബൈ ബൈ പറയുന്നു. നമ്മൾ റിട്ടേൺ പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിൻ്റ് ആണെന്ന് തോന്നുന്നു. ആ ഭാഗത്ത് മൊത്തം പാറയാണ്. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് നോക്കി നോക്കാൻ വല്ലതും ഉണ്ടോയെന്ന്. താഴെ ഇറങ്ങിപ്പോയതൊന്നും കാണാൻ പറ്റുക, പക്ഷെ താഴെ ഇറങ്ങാനുള്ള ആരോഗ്യം എനിക്കില്ല. നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് നോക്കാം. ഓക്കെ, ഇതാണ് സ്ഥലം. പ്രത്യേകിച്ചൊന്നുമില്ല. സോ നമുക്ക് പോവാം. അവ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗൈസ്, വീണ്ടും ഈ വിജനമായ വഴിയിൽ വന്ന് ഇവൻ കാര്യം സാധിച്ചു. ഇവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് നമ്മൾ വരുമ്പോൾ വാങ്ങിയ ഒരു ആപ്പിള് എനിക്ക് ബാഗിൽ നിന്ന് കിട്ടി. ഞാനത് കടിച്ചു തന്നെയാണ്. ഗൈസ്, നമ്മൾ ഒരു ഫാർമസി നിർത്തി മൂവ് വാങ്ങി. കാലിന് തീരെ വയ്യ. ഇന്നലെ നടന്നതിൻ്റെ ക്ഷീണം മാറ്റാനാണ് ഈ മൂവ്. ഗൈസ്, സമയം 3:10 നമ്മൾ വീണ്ടും ആ ഗസ്റ്റ് ഹൗസിലേക്ക് ആർമി ഗസ്റ്റ് ഹൗസിലേക്ക്. ഇന്നും കൂടി നമ്മളിവിടെ സ്റ്റേ ചെയ്യും. നാളെ രാവിലെ നമ്മൾ തിരിച്ചു ഗുവാഹട്ടിയിലോട്ട് പോകും. ഗൈസ്, നമ്മൾ അങ്ങനെ റൂമിൽ കയറി ഇറങ്ങി നമ്മൾ ചർച്ചിലോട്ട് പോവാണ്. ആ ചർച്ച് 5 മണിക്ക് അടയ്ക്കും. അപ്പോൾ 4:30 ആവാനായിട്ടുണ്ട്. 2 കിലോമീറ്ററേ കാണിക്കുന്നുള്ളൂ. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് ചർച്ച് കാണാൻ. അതുകൊണ്ടൊന്ന് പോവാമെന്ന് വിചാരിച്ചു. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ആ ചർച്ചിലെത്തിയിരിക്കുകയാണ്. കത്തീഡ്രൽ ഓഫ് മാരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ്, അങ്ങനെയാണ് അവിടെ പോയത്. ഇതിനകത്ത് സ്കൂളുണ്ട് തോന്നുന്നു കേട്ടോ. ഡിവൈൻ സേവിയർ എന്ന് പറഞ്ഞ സ്കൂൾ ഇതിനകത്ത് തന്നെയാണ്. ഇതിനകത്തോട്ട് വെഹിക്കിൾസിന് എൻട്രി ഇല്ല. നമ്മൾ നടന്ന് വേണം പോകാൻ. ഷിലോങ്ങിലെ ഒരു റിച്ച് ഏരിയ ആണെന്ന് തോന്നുന്നു. ഇതുവരെ കണ്ട സ്ഥലത്തേക്കാളും നല്ല ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഈ ഏരിയയിലുണ്ട്. നടക്കണ നടത്തം നോക്ക്. എനിക്ക് ചിരി വരുന്നുണ്ട്. ഞാൻ അതിനേക്കാൾ ഷോക്കാണ്. ഇന്നത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അതെല്ലാം. കാലിൽ ഞങ്ങൾ രണ്ടുപേരും മൂവ് അടിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത്. നമ്മൾ വീണ്ടും പോലീസ് ബസാറിലോട്ട് എത്തിയിരിക്കുകയാണ്. ചർച്ചിൽ നിന്ന് അത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ ഷോപ്പിംഗ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ നോക്കിയൊരു റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്, അമൃത് കിച്ചൺ. അപ്പോൾ നമുക്ക് അവിടെ നോക്കി നോക്കാം. ഈ നല്ല റെസ്റ്റോറൻ്റാണ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ കോശ താലി വന്നിട്ടുണ്ട്. ഓക്കെ, കഴിച്ചോളൂ. അതെന്താ സാധനം? ബ്രിഞ്ചാളാണോ? പൊട്ടറ്റോ. നല്ല വിശക്കുന്നുണ്ടോ? കഴിച്ചിട്ട് പറയൂ. സാധാ ചിക്കൻ കറി. സാധാ ചിക്കൻ കറി ചോറാണെന്നാണ് പറയുന്നത്. ആ ബ്രിഞ്ചാൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ല? ഓക്കെ, നമ്മൾ തേഞ്ഞു ഗൈസ്. നമുക്ക് കഴിക്കാം. നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് കൂടി ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഫുഡ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ താലി കഴിച്ചു. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇത് നെറ്റിൽ കണ്ട് വന്ന സാധനമാണ് ദ വൂക്ക്.
നമുക്ക് അകത്ത് കയറി നോക്കാം കേട്ടോ. നല്ല ആംബിയൻസ് ആണ്, പുറത്തൊന്നും കണ്ട പോലെയല്ല. അങ്ങനെ നമ്മുടെ കോൾഡ് കോഫി ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ടേസ്റ്റ് ചെയ്തോളൂ. ഇവിടെ മ്യൂസിക്കാണ്, ഭയങ്കര സൗണ്ടിലാണ് മ്യൂസിക് ഇട്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത ഫസ്റ്റ് ഡിഷ് വന്നിട്ടുണ്ട്. എന്താ? ചീസ് ക്രിസ്പി ബർഗർ. ഇവിടെ വന്നിട്ട് ബർഗർ കഴിച്ചില്ല എന്ന് പാടില്ലല്ലോ, അതുകൊണ്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്. ഓക്കെ, 1 ബൈറ്റ് എടുത്തോളൂ. ബൈറ്റ് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് തന്നു. ഓക്കെ, ഇതിൽ ചീസൊന്നും കാണാനില്ല ഗൈസ്. ഇഷ്ടപ്പെട്ടു തലാട്ടുന്നുണ്ട്. അങ്ങനെ ഇവിടെ നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ ലാസ്റ്റ് ഫുഡ് ഇന്നത്തെ ഷില്ലോങ്ങിലെ അവസാനത്തെ. ഓക്കെ, ഷില്ലോങ്ങിലെ അവസാനത്തെ ഫുഡ്. അപ്പൊ നാളെ രാവിലെ എനിക്ക് ചായ വാങ്ങി തരില്ല എന്നാണ് പറഞ്ഞത്. നോ, ചായ കുടിച്ചിട്ടേ നമ്മൾ ഇവിടെ നിന്ന് പോകുള്ളൂ. നോ, ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ടേ നമ്മൾ പോകുള്ളൂ. 3 മണിക്കൂർ ചായ കുടിക്കാതെ അതിലിരിക്കാൻ എനിക്ക് പറ്റൂല. രാവിലെ ചായ കുടിക്കും. ഇന്നത്തെ ലാസ്റ്റ് ഫുഡാണിത്. ഇതെന്താ സാധനം? പേര് മറന്നുപോയി നമ്മൾ. വിയറ്റ്നാമീസ് എന്തോ ഒരു പ്ലാറ്ററാണ്. ഇതിൽ ചിക്കൻ, എന്ത് ചിക്കനാണ്? സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ ആൻഡ് റൈസ്, പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? ഗാർലിക് റൈസ് പോലെ സാധനം. ടേസ്റ്റ് ഇല്ല, വയറ് നിറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ നമ്മൾ ബൈക്ക് തിരിച്ചു കൊടുക്കാൻ വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ ഇക്കാടെ റൂമിൽ പോയിട്ട് ബാഗ് ആ പെട്ടി എടുത്തിട്ട് നമ്മുടെ റൂമിൽ വെച്ചായിരുന്നു. ഇനി ബൈക്ക് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് 1 കിലോമീറ്റർ നടക്കണം. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാൻ പോവാണ്. ഷിലോങ്ങിലെ ലാസ്റ്റ് നൈറ്റാണ്. നാളെ രാവിലെ നമ്മൾ ഗുവാഹട്ടിയിലോട്ട് ബസ് കയറും. നമ്മൾ ബൈക്കൊക്കെ തിരിച്ചു കൊടുത്ത് തിരിച്ച് നടക്കുകയാണ്. നമ്മുടെ റൂം എത്തിയിട്ടുണ്ട്. അപ്പോൾ ബൈ.